ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. മടി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുതിയ ഡിസൈനുകൾ കാണാനും പുതിയ ഡിസൈനുകൾ പരീക്ഷിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില ദിവസങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നേ ഇല്ല. മെഷീനുണ്ട്, ഓർഡറുണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ മനസ്സ് പറയുന്നത് ഇന്ന് വേണ്ട, കുറച്ച് കഴിയട്ടെ, നാളെ ആവട്ടെ, നാളെ പിന്നെ മറ്റന്നാളാകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങി. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം, എങ്ങനെ വിജയിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 4 കാര്യങ്ങൾ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ മൂഡ് വന്നിട്ട് തുടങ്ങാം എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ആ പരിപാടി അങ്ങ് എടുത്ത് മാറ്റി. അതാണ് ആദ്യം ചെയ്തത്. എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു മൂഡ് വന്നിട്ട് തുടങ്ങാം, കുറച്ച് കഴിയട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി നീട്ടി കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താനേ ആ മൂഡ് നമ്മുടെ കൂടെ അങ്ങ് വന്നോളും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങി വെക്കുക എന്നുള്ളത്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ചെയ്തു തുടങ്ങിയ കാര്യം എന്ന് പറയുന്നത് ചെറിയ ജോലികൾ ആദ്യം തുടങ്ങുക. നേരത്തെയൊക്കെ ആണെന്ന് വെച്ചാൽ ദൈവമേ, ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ, ഇന്ന് 2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ 3-4 ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ, ഇല്ലെങ്കിൽ അലമാരയ്ക്കകത്ത് ഇത്രയും തുണി ഇരിക്കുന്നു, അതെല്ലാം മടക്കി വെക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടിലെ കാര്യമായാലും സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇങ്ങനെ വലിയതായിട്ട് ഒത്തിരി ചെയ്യാനുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന പരിപാടിയായിരുന്നു. പിന്നീട് ഞാൻ മാറ്റി വെച്ചിട്ട് എല്ലാത്തിനെയും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചായിട്ട് ചെയ്യാം. ഇപ്പോൾ തയ്ക്കാവുന്ന കാര്യത്തിലാണെങ്കിൽ ഇന്ന് ആദ്യം നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് സ്റ്റിച്ച് ചെയ്യാം എന്ന രീതിയിൽ ഓരോ കാര്യങ്ങളെയും ചെറുതാക്കി ചെറിയ പോർഷൻസാക്കി മാറ്റിയപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. ഒത്തിരി ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇത് പിന്നീടാവട്ടെ, ഇന്നിപ്പോൾ വയ്യ എന്നൊരു തോന്നൽ വരുന്നത്. എല്ലാം ഇത് ഇച്ചിരിയേ ഉള്ളൂ, ഇതിപ്പോൾ ചെയ്ത് തീർക്കാമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മടി കുറച്ചൊക്കെ മാറ്റി വെക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യവും എന്നാൽ എൻ്റെ ലൈഫിൽ വളരെ ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഓരോന്നിങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് പോയി അയ്യോ, എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഞാനൊരു ഞാനൊരു സീറോ ആണല്ലോ, ഒരു ബിഗ് സീറോ ആണല്ലോ എന്നൊരു തോട്ട്. അത് മാറ്റിയെടുക്കണം. അതെങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂ എന്നൊരു ചിന്തയിലേക്ക് എത്തി. അതെൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമാണ്. എൻ്റെ മടിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രോബ്ലം ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി ഓരോരുത്തരെ കാണുമ്പോൾ അയ്യോ, എനിക്ക് ഇവരെ പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ ഒരു തോട്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ പിന്നീട് നോക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമുണ്ട്. അവരിന്നത്തെ ഈ നിലയിലേക്ക് എത്തിയത് പെട്ടെന്നൊരു ദിവസം ഒരു മഴ പെയ്തപ്പോൾ ഒരു കൂണ് മുളച്ച് വന്നതുപോലെ വന്നവരല്ല. കുറേ നാൾ ഇതുപോലെ നമ്മളെപ്പോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് അവർ മുന്നോട്ട് വന്ന് ഇത്രയും ലെവൽ വരെ എത്തിയതാണ്. അപ്പം ഞാനും ഇനി ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അധ്വാനിച്ചേ പറ്റൂ. അപ്പം ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ഇപ്പോഴേ ഇവിടെ ഇരുന്ന് ഫോൺ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോരുത്തരെയും കമ്പയർ ചെയ്തിരുന്നാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരിതിലേക്ക് വന്നപ്പോഴാണ് ആ ഒരിത് മാറ്റിയെടുത്തത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നങ്ങളെ എപ്പോഴും ഞാനിങ്ങനെ കണ്ണിൻ്റെ മുൻപിൽ വെച്ച് തുടങ്ങി. ഞാൻ തയ്യൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ കണ്ടിരുന്ന ഒരു സ്വപ്നമുണ്ട്. സ്വന്തമായ ഒരു വരുമാനം നേടുക, ഒരു ബൊട്ടീക്ക് തുടങ്ങുക, പുതിയ ഡിസൈനുകൾ സൃഷ്ടിക്കുക. മടി വരുമ്പോഴൊക്കെ ഞാൻ ഇതിങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു. എൻ്റെ തയ്യൽ മിഷൻ വെറുമൊരു മിഷൻ മാത്രമല്ല, അതെൻ്റെ സ്വപ്നങ്ങളുടെ തുടക്കമാണെന്നും എൻ്റെ കഴിവുകൾ പുറത്ത് കാണിക്കാനുള്ളൊരു വേദിയാണെന്നും എൻ്റെ വരുമാനത്തിൻ്റെ ഉറവിടമാണെന്നും എൻ്റെ ഭാവിയിലേക്കുള്ളൊരു വാതിലാണെന്നും വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ മടി പകുതി ഞാൻ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്.
വിജയം വലിയ ചുവടുകളിൽ നിന്നല്ല വരുന്നത്, ചെറിയ ചുവടുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കും മടിയൊക്കെ മാറ്റി വെച്ച് മുമ്പോട്ട് പോകാം അല്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്നെപ്പോലെ മടി പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ മാറ്റി മാറ്റി വെക്കുന്ന ഓരോ കാര്യങ്ങളും വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.